സർ, യഥാർത്ഥത്തിൽ സതീഷിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ ചാറ്റുകൾ ഇപ്പോൾ ലീക്കായിരിക്കുകയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, സംഘപരിവാറിനോട് ചേർന്ന് നിന്നുകൊണ്ട് പല കാര്യങ്ങളും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ദുരൂഹത തോന്നുന്നുണ്ടോ? സംഘവിരോധിയായ സതീഷിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് അതിൽ ദുരൂഹതയൊന്നും. അവര് എനിക്കറിയാവുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിമല വിനു എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവരൊരു ലോയറാണ്. അവരൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അവര് ഈ പറയുന്ന വി ഡി സതീശന്റെ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ മാനേജ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. പള്ളുരുത്തി സ്കൂളിൽ ഹിജാബ് വിവാദം ഉണ്ടായപ്പോൾ സ്കൂളിന് വേണ്ടി ഹാജരായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ്. കോൺഗ്രസ് മറുപക്ഷത്തായിരുന്നു. കോൺഗ്രസ് ആയിക്കോട്ടെ, അല്ല, സ്കൂളിന് വേണ്ടി നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് മാത്രമല്ല, നേരത്തെ അവർക്കൊരു ന്യൂസ് ചാനലായിട്ട്, അതായത് ഓൺലൈൻ പോർട്ടലായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം ഉണ്ടായത് തന്നെ ഈ പറയുന്ന സംഘപരിവാറിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ചാനലായിരുന്നു. ആ ചാനൽ എനിക്കൊക്കെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചാനലായിരുന്നു. ആ ചാനലിൻ്റെ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു ഇവർ. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം എനിക്ക് തോന്നുന്ന CEO അതുപോലെയുള്ള ഉയർന്ന പോസ്റ്റുകളിലായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് അവർ ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നത്. അതിനുശേഷം സതീശൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിംഗ് ഏറ്റെടുത്തു. ഇതിലെനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയത്, അതിലൊന്നും തെറ്റൊന്നുമില്ലല്ലോ. അവരിപ്പോൾ ഒരു ജോലി ചെയ്യുകയാണ് എന്ന് വിചാരിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ സതീശനുമായിട്ട് അതിനേക്കാളേറെ അടുപ്പമുണ്ട് അവർക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഏറ്റവും ലേറ്റസ്റ്റ് വന്നേക്കണത്, ഇതിലെ ചില ചാറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ചാറ്റുകൾ പുറത്തേക്ക് വന്നതെന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിലാക്കൽ കറക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഹൈബീഡൻ അടക്കമുള്ള ആളുകൾ ആ ഗ്രൂപ്പിനകത്തുണ്ട്. ഹൈബീഡൻ ആരാണ്? ഇപ്പൊ VT ബൽറാം പോയതിന് ശേഷം യഥാർത്ഥത്തിൽ മറ്റേ KPCC മീഡിയ സെല്ലിന്റെ അടക്കം ചാർജ് ഹൈബീഡനാണ്. ആ ഹൈബീഡനെ പോലുള്ള ആള് ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ കണ്ട് നമ്മൾ ഞെട്ടിപ്പോകും. ഒന്ന്, റോജി എം ജോണിനെ നിങ്ങൾ എല്ലാവരും കൂടി പോയി സപ്പോർട്ട് ചെയ്യുന്ന പറയണം. ഏത് റോജി എം ജോൺ KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് മീഡിയ വണ്ണിൽ നിഷാദ് റാവുത്തർ കൂടെ നടത്തിയിട്ടുള്ള ചർച്ചയ്ക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ അതിൻ്റെ താഴെ ചെന്നിട്ട് KC വേണുഗോപാലിന് അനുകൂലമായി പറഞ്ഞേക്കണതിന്റെ താഴെ ചെന്നിട്ട് നിങ്ങൾ അവർക്കെതിരെ മറ്റേ കമന്റ് ഇടൂ എന്നാണ് പറഞ്ഞേക്കണം. പക്ഷേ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് അത് പോട്ടെ, അത്തരം നിരവധി കാര്യങ്ങളുണ്ട്. അതായത് പാർട്ടിയിൽ ഇല്ലാതെ ആരെക്കൊണ്ടെങ്കിലും കമന്റ് ഇട്ട് നമുക്ക് അവരെ അവഹേളിക്കാമെന്ന് പറയുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഇത് കൂടാതെ അടുത്തത് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ KC വേണുഗോപാൽ, അതായത് ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാകാര്യ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനെതിരെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, അദ്ദേഹം മധ്യപ്രദേശിലും രാജസ്ഥാനിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ചെയ്തത് തന്നെ ഇവിടെയും ചെയ്തിട്ടുള്ളൂ, അല്ലാതെ പുതിയതായിട്ട് കേരളത്തിലേക്ക് വേണ്ടി സംഭാവനയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പോയി തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും അടുത്ത പഞ്ചാബിലും ഒക്കെ നടക്കാനുള്ള ഇലക്ഷൻ പോയി നോക്കട്ടെ, അതുകൊണ്ട് ഇവിടെ വേണ്ട, അങ്ങോട്ട് പോയി നോക്കട്ടെ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഇതൊക്കെ വിട്ട് ഇതൊന്നും കുഴപ്പമില്ലെന്ന് നമുക്ക് വിചാരിക്കും. ഇതിനേക്കാൾ വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം, അതിനകത്തൊരു കൃത്യമായിട്ടുള്ളൊരു വാചകം എഴുതി വെച്ചിട്ട് അത് പ്രചരിപ്പിക്കാൻ പറയുകയാണ് ഈ വിമല വിനു. അത് പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ എന്നെ പേര് മൈനസ് ചെയ്തോളൂ, ഞാൻ ഇനി അങ്ങോട്ടില്ല എന്ന് പറഞ്ഞൊരു കമന്റ് ഇട്ടിട്ട് ഇവർ പറഞ്ഞേക്കണത്, അത് നിങ്ങൾ എന്ത് ചെയ്യൂ, അത് പോയി നാട് മുഴുവൻ പ്രചരിപ്പിച്ചോളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിലും വളരെ തെറ്റായിട്ടുള്ള എൻ്റെ പേര് മൈനസ് ചെയ്തോളൂ, ഞാൻ മുഖ്യമന്ത്രി ആകാനില്ലെന്ന് KC വേണുഗോപാൽ എന്ന് പറഞ്ഞ ഒരു വ്യാജ വാർത്ത അങ്ങോട്ട് ഇട്ടോളാനാ പറഞ്ഞാണ്. ഇനി ഇത് കൂടാതെ ഈ ചാറ്റ് ലീക്ക് ആയതിന്റെ പിന്നിൽ ആരായിരിക്കും? ഈ ഗ്രൂപ്പിൽ ചാറ്റൊക്കെ ലീക്ക് ആകും. ഇത് കോൺഗ്രസ് അല്ലേ, കോൺഗ്രസ് ലീക്ക് നമ്മളെ സംബന്ധിച്ചോളം ഇത് ലീക്ക് ആയതാണല്ലോ കാര്യം. അല്ലാതെ ലീക്ക് ആയതിന്റെ പിന്നിൽ ഉറപ്പായിട്ടും മറ്റു പല ഗ്രൂപ്പുകളും മറ്റു പല ആളുകളും ഒക്കെ ഉണ്ടാവുമായിരിക്കും. അതൊന്നും നമ്മളെ സംബന്ധിച്ച വിഷയമല്ല. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം ഈ സതീഷിനായിട്ട് ഒരു പണി കൊടുക്കട്ടെ എന്നൊരു ഉദ്ദേശം അതൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടാവുന്നേ. ഇതിനകത്ത് നിന്നുള്ള കോൺഗ്രസിനകത്തല്ലേ, കോൺഗ്രസിനകത്ത് ഇപ്പൊ ആരാണ് ലീക്ക് ചെയ്തതെന്നുള്ള ചോദ്യത്തിനൊന്നും വലിയ അടിസ്ഥാനമില്ല. കോൺഗ്രസിനകത്ത് എന്ത് ലീക്കാവും, അതിൽ സംശയമൊന്നുമില്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും വലിയ തമാശ. കണ്ണൂർ സിംഹമെന്നല്ല, ഈ വാക്ക് ഞാൻ പറയണമെന്നറിയില്ല, ഏത് കോണത്തിലും സിംഹമായാലും അലറിയാലും രാവും പകലും കഷ്ടപ്പെട്ടവൻ്റെ ഒപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പോസ്റ്റ് ഇട്ടേക്കണത്. അതായത് അത് എന്താണ്, ഒള്ളി VD സതീശൻ എന്ന് പറഞ്ഞാണ്. ഇനി ഇതിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ 2026 VDS എന്ന് പറഞ്ഞിട്ടാണ് ഈ ഗ്രൂപ്പിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ എത്രമാത്രം വളരെ മോശപ്പെട്ട തരംതാണ രീതിയിലാണ് ഒരു പ്രചരണം നയിക്കുന്നത് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. ഇനി ഇത് മാത്രമല്ലല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, നിങ്ങൾ അറിയേണ്ടത്, ഓരോരുത്തരും അവരവരുടെ വൻ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞെന്ന് പോലും നമുക്ക് തോന്നൂല. എന്താ കാര്യം വെച്ചാൽ, രമേശ് ചെന്നിത്തല കേരള യാത്ര എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു. രമേശ് ചെന്നിത്തലായിരുന്നു ഇത്തിരി പുറകിന്ന് വെച്ചാൽ, രമേശ് ചെന്നിത്തല കേരള യാത്ര എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു. അതായത് പോഡ്കാസ്റ്റ് ആടുന്നൂല, ആളുകൾക്ക് മനസ്സിലായില്ല. ആളുകൾ മുഴുവൻ വിചാരിച്ച കാര്യം എന്ന് വെച്ചാൽ, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പുള്ളി യാത്ര നടത്താൻ പോണെന്ന് നിരവധി പേര് കമന്റ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. എന്തിനാണ് ഇങ്ങനെ യാത്ര നടക്കുന്നത്, എന്തൊരു അനവസരത്തിലാണ്. പിന്നീടാണ് മനസ്സിലായത്
കേരളത്തിന്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ് പുള്ളി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞേക്കണം. ഇത് രമേശ് ചെന്നിത്തലയുടെ കാര്യം. ഇനി അടുത്തത് KC വേണുഗോപാലിന്റെ പാട്ട് വരികയാണ്, ഡോക്യുമെന്ററി വരികയാണ്. അതായത് KC വേണുഗോപാലിന്റെ ജീവചരിത്രമെല്ലാം വിശദീകരിച്ചുകൊണ്ട്. അടുത്തത് VD സതീശന്റെ ഇതുപോലെ ജീവചരിത്രം വിശദീകരിച്ചുകൊണ്ട് പാട്ട് ഡോക്യുമെന്ററി വരികയാണ്. ഇത് കൂടാതെ രമേശ് ചെന്നിത്തലയുടെ ഇപ്പൊ തന്നെ ജനനായകൻ എന്ന് പറയുന്ന ഡോക്യുമെന്ററി പുറത്തിറങ്ങി കഴിഞ്ഞു, AI ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള. ഇനി ഇത് കൂടാതെ KC വേണുഗോപാലിന്റെ പ്രസംഗങ്ങൾ ബുക്കായിട്ട് കറണ്ട് ബുക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു പ്രസിദ്ധീകരിക്കുകയാണ്. VD സതീശന്റെ തെരഞ്ഞെടുത്ത പ്രസംഗങ്ങൾ DC ബുക്സ് പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ തോതിൽ, അതായത് ജനങ്ങൾ ഇനി ഞങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ പിന്തുണ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് താഴെ നിന്ന് ഉറപ്പുവരുത്തുന്ന പണികളിൽ ഇവരെല്ലാവരും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ 4-ാം തീയതി എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് അവർ ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ, ഭരണം കോൺഗ്രസിനാണെന്നുള്ള കാര്യം അവർ ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ, 100% ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ. അല്ല, അവരൊന്നും ഉറപ്പിച്ചിട്ടില്ല. കാരണം ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം ഇപ്പൊ 80 സീറ്റുകളാണ് സുനിൽ കനകോല് തന്നെ. ഇപ്പൊ ഇന്ത്യൻ എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ സുനിൽ കനകോല് പറഞ്ഞേക്കുന്നത് 80 സീറ്റുകൾക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. 80 സീറ്റുകളിലേക്ക് മുകളിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പറയണം മുഴുവൻ ആ 80 സീറ്റുകളുടെ മുകളിലേക്ക് എത്തുമെന്ന് പറഞ്ഞതിന്റെ താഴെ നമ്മൾ വിശദമായി വായിച്ചു നോക്കുമ്പോൾ ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട് UDF അനുകൂലമായിട്ട്, മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് കാരണങ്ങൾ. പക്ഷെ ഇതിനെയൊക്കെ അതിജീവിക്കാൻ പോകുന്ന കരുത്ത് LDFന്റെ MLA-മാർക്കുണ്ട്, MLA-മാരുടെ പോപ്പുലാരിറ്റി കൊണ്ട്. പക്ഷേ എങ്കിലും ഒരു ആൻറ്റി ഇൻകുംബൻസി ഉണ്ട്. അതുകൊണ്ട് മിക്കവാറും സ്ഥലങ്ങളിൽ രക്ഷപ്പെട്ടേക്കാം. അതിൽ കോഴിക്കോട്, അതുപോലെ തന്നെ പത്തനംതിട്ട, എറണാകുളം, മലപ്പുറം, ഇത്തരം ഈ 4-5 ജില്ലകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യും. ഇടുക്കിയിലും നന്നായിട്ട് പെർഫോം ചെയ്യും. അതേസമയം ആലപ്പുഴയിലും തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഒക്കെ പെർഫോമൻസ് മോശമായിരിക്കും. അതാണ് എഴുതി വെച്ചേക്കണം. എന്ന് പറഞ്ഞാൽ ഒരു സാമാന്യ ബോധമുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇൻഡയറക്റ്റായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജയം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എന്ത് ചെയ്തത്. അല്ല, ഇപ്പോൾ കോഴിക്കോടൊക്കെ ഇപ്പോൾ BJPയുടെ പ്രവർത്തകർ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ, ആ പ്രഫുൽ കൃഷ്ണക്കെതിരെ പ്രകടനം നടത്തുന്നു, വോട്ട് മറിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ പ്രകടനം നടത്തുന്നുണ്ടല്ലോ കോഴിക്കോടൊക്കെ തന്നെ, UDFന് വോട്ട് മറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു വോട്ട് മറക്കൽ നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പായിട്ടുണ്ടല്ലോ. കോഴിക്കോട് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ മൊത്തം റിസൾട്ടിനെ ബാധിക്കുമെന്നുള്ളതൊക്കെ കണക്കൂടണ്ടേ. കോഴിക്കോട് UDF ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ജില്ല തന്നെയാണ്. അവിടെ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് ഇല്ലാതിരുന്ന സ്ഥലമാണ്. 2-3 വേറെ വിഷയമാണ്. 25 കൊല്ലമായിട്ട് അവിടെ ഒരു സീറ്റ് പോലും ഇല്ല. ആ സ്ഥലത്ത് അല്ലെങ്കിൽ തന്നെ അവിടെ അവര് നേട്ടമുണ്ടാക്കുന്നേ. MABB അടക്കം പറഞ്ഞിട്ടുണ്ടല്ലോ. 99 സീറ്റിനേക്കാൾ പ്ലസ് ഒരു സീറ്റും കൂടി മേടിച്ച് 100 സീറ്റ് കിട്ടുമെന്നല്ലോ കഴിഞ്ഞ ദിവസം MABB പറഞ്ഞു. നമ്മൾ അതിൽ ചർച്ച ചെയ്താണ്. ഏക പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്രത്തോളം പ്രശ്നമുണ്ടാകും, 25 സീറ്റുകൾക്ക് മുകളിൽ CPMന് നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് കഴിഞ്ഞ ദിവസം അജയ് തറയിൽ ഇപ്പോൾ ഒരു പ്രസ്താവന ഇട്ടുണ്ട്. 36 സീറ്റുകളിൽ, അതായത് ഈഴവ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ഭൂരിപക്ഷമുള്ള 36 സീറ്റുകളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് CPM ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് ഇത്തവണ നിങ്ങളെല്ലാവരും ഈഴവ സമുദായങ്ങൾ എന്ത് ചെയ്യണേ, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഇട്ടേക്കട. ആ വോട്ട് ചെയ്യണേ എന്നുള്ളത് എത്രത്തോളം ആത്മാർത്ഥമാണെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ വരികൾ വായിച്ചു നോക്കുന്ന ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾക്ക് പോലും അത് ശരി, അപ്പോൾ ശരിയാണല്ലേ, കോൺഗ്രസ് എന്ത് ചെയ്തിട്ടില്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. കാരണം കോൺഗ്രസിൽ ഇത്തവണ അവരുടെ പ്രാതിനിധ്യവും വളരെ കുറവായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഇത് എങ്ങനെ വരുമെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ എല്ലാം ഇടക്കാണ് ഈ 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാതെ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു നിലമൊരുക്കൽ എന്ന് പറയുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാനായാലും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കുഴപ്പമില്ല, ഇയാളാകേണ്ടതാണ് എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാകണമെന്ന് വെച്ചിട്ടാണ്. പക്ഷെ അസന്നിഗ്ധമായി ഞാൻ പറയാം, മിക്കവാറും തന്നെ ഒരു 80% എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പം തന്നെ KC വേണുഗോപാൽ കളം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UDFന് ഒരു 80-85 സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ അതിൽ മെജോറിറ്റി ആളുകളും തന്നെ ജയിച്ചു വരാൻ പോകുന്നത് KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും MLA-മാർ കോൺഗ്രസിൻ്റെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഹൈക്കമാൻഡിൻ്റെ പരിപൂർണ പിന്തുണയുണ്ട്. അദ്ദേഹം അതുകൊണ്ട് ഒരു വാക്ക് പോലും ഇതേവരെ ഞാൻ ഇല്ല എന്നോ വേണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു വലിയ സാധ്യതയുണ്ട്. VD സതീശനും രമേശ് ചെന്നിത്തലക്കുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പ് വരും, അതോടൊപ്പം തന്നെ വേറൊരു മണ്ഡലത്തിൽ കൂടി വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരും. ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസത്തിനൊക്കെ ഇദ്ദേഹം മുതിരുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. KC മുതിരുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. ഈ ഒരു സമയത്ത് കോൺഗ്രസ് ഒരു 10 വർഷത്തിന് ശേഷമാണല്ലോ അധികാരത്തിലേക്ക് വരുന്നത്. സത്യത്തിൽ ഇപ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ജനം അതൊക്കെ മറന്നോളും.
എന്ന് പറഞ്ഞ് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നുള്ളതുകൊണ്ട് 7 ഈ പറഞ്ഞ പോലെ 65 വയസ്സുള്ള KC വേണുഗോപാൽ ഇനിയൊരു 10 കൊല്ലോ 15 കൊല്ലോ കൂടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാമെന്നും കേരളത്തിൽ മറ്റൊരു അധികാര കേന്ദ്രം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കുമെന്നും നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ KC വേണുഗോപാലിന് ഒറ്റ വർത്താനം പറഞ്ഞാൽ മതി, ഈ പ്രശ്നങ്ങളെല്ലാം തീരും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തില്ല, ഞാൻ മുഖ്യമന്ത്രി റേസിനില്ല, ഞാൻ മുഖ്യമന്ത്രി ആകാനുമില്ല, ഞാനിപ്പോ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പാർട്ടിയിലെ രണ്ടാമനാണ്, അതുകൊണ്ട് ഞാൻ ആകാനുണ്ടെന്നോ അദ്ദേഹം പറയുന്നില്ലല്ലോ. ഇത്രയും വിവാദം വരുമ്പോൾ വേണമെങ്കിൽ എന്താണ് ഒരാൾ പറയേണ്ടത്? നാളെ CPM ഇപ്പോൾ ഒരു വിവാദം വരികയാണ്, MA ബേബി പിണറായി വിജയൻ ആകണമെന്ന് പറഞ്ഞൊരു വിവാദം വന്നിട്ടുണ്ടെങ്കിൽ MA ബേബി മിണ്ടാതിരുന്ന വിവാദത്തിന്റെ ആവശ്യമില്ല, ഒരാളിൽ കേന്ദ്രീകരിച്ച് നമ്മുടെ പോയിന്റ് അതല്ല. പോയിന്റ് എന്താ വെച്ചാൽ അപ്പൊ MA ബേബി മിണ്ടാതിരുന്നാൽ മതിയോ? അങ്ങനെ ഒരു വിവാദം വന്നാൽ MA ബേബി മിണ്ടാതിരുന്നാൽ മതിയോ? MA ബേബി പറയണ്ടേ ഞാൻ ആവൂലെന്ന് പറയണ്ടേ, എനിക്ക് താല്പര്യമില്ലെന്ന് പറയണ്ടേ? ഒരു സമയം പാലിക്കുകയായിരിക്കും. സംയമനം എന്തിനാണ്? പുള്ളി വല്ല പ്രകോപിതനാകാനുള്ള എന്തെങ്കിലും കൂടെ അല്ല, അത് രാഷ്ട്രീയ അതാണ് പറഞ്ഞു വന്നത്. ആ രാഷ്ട്രീയം ആയതുകൊണ്ടാണ് അങ്ങനൊരു ഇത്തവണത്തെ ഒരു ഗോൾഡൻ ചാൻസ് ആണ് KC വേണുഗോപാലിനെ സംബന്ധിച്ചോളം. അത് വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് മുന്നേറാൻ കഴിയില്ല. അദ്ദേഹം ആയാലും തെറ്റൊന്നും പറയാനില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്താണ്, ഒരിക്കലും അത്തരം ഒരു കാര്യത്തിലേക്ക് തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. നമ്മുടെ ചർച്ച എന്താണ്? നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവിലി ഗംഭീരമായി തുടർന്നുകൊണ്ടിരിക്കുന്നതെന്നാണ്. മിക്കവാറും ഇനി ഇവരുടെ പാട്ടും ഈ പറഞ്ഞ പോലെ ഡാൻസും ഒക്കെ കൂടി പുറത്തിറങ്ങുന്ന ഒരു കാലം വിദൂരമല്ല. 4-ാം തീയതി വരെ നമ്മൾ ഇതൊക്കെ സഹിക്കേണ്ടി വരും. ഇനി 4-ാം തീയതി കഴിഞ്ഞ് UDF ആണ് അധികാരത്തിലേക്ക് എത്തുന്നതെങ്കിൽ ശരിക്കും ചാനലുകളുടെ ഒരു സുവർണ കാലമായിരിക്കും. കാരണം മന്ത്രിസഭാ രൂപീകരണം മുതൽ എല്ലാ കാര്യങ്ങളിലും യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഏജൻസികളെ വിളിച്ച് KPCC ഓഫീസിൽ ഇടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ കത്തിക്കുത്ത് കൊടുത്താലും ഇനി കോടാലിക്കുള്ള വല്ല ഓടിച്ചിട്ടുകൾ നടത്താലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അതാണ് കോൺഗ്രസ്. ഒരു 5-6 മാസത്തിന് ശേഷം നമ്മളെല്ലാവരും UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നമ്മളെല്ലാവരും പറയുമോ പിണറായി ആയിരുന്നു വേദം എന്ന് നമ്മളെല്ലാവരും പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമോ? 6 മാസത്തിനും പറയൂ, 1 കൊല്ലത്തിനും പറയൂ എന്നുള്ള വ്യത്യാസമുണ്ട്. പറയുമെന്നുള്ളത് ഉറപ്പാണ്. പറയുമെന്നുള്ളത് ഉറപ്പ്. ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയും. ആ പുള്ളി വളരെ പാവം മനുഷ്യനായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അദ്ദേഹം കുറച്ച് ചിലപ്പോൾ ധാർഷ്ട്യമൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഭരണം അത്ര സുന്ദരമായിരുന്നു എന്നുള്ളത് എല്ലാവരും പറയും.